ഹലോ, ഞാൻ സോജൻ വെലങ്ങാടാണ്. ഇവിടെ ഗോവ വഴി ബോംബെക്ക് പോകുമ്പോൾ കോലാടുന്ന് ഏകദേശം 10 കിലോമീറ്ററോളം വന്നു കഴിയുമ്പോൾ ഉള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നലെ രാത്രി 10 മണിയായപ്പം ഇവിടെ എത്തിയതാണ്. കുറച്ച് ബസ്സുകളൊക്കെ തിരിച്ചുപോയി, ചെറിയ കാറുകളിലുള്ളവരൊക്കെ തിരിച്ചുപോയി. നമുക്ക് 2 ലൈനുള്ള റോഡല്ലേ ഇവിടെ ഉള്ളത്. അതിൽ ഒരു സൈഡ് ഫുള്ളാണ്, പിന്നെ ഒരു സൈഡും കൂടി ഇപ്പുറത്ത് കയറി വണ്ടിയുണ്ട്. നമ്മളിവിടെ ടേണിങ് ആയതുകൊണ്ട് അധികം ദൂരത്തിൽ കാണാൻ കിട്ടില്ല. ഒത്തിരി പേര് ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. മഴയാണ് കാരണം, മഴവെള്ളം അങ്ങ് വരെയുണ്ട് വണ്ടികൾ, അങ്ങ് താഴോട്ടുമുണ്ട്. മഴ പെയ്ത് വെള്ളം പെന്നു ഭാഗത്തങ്ങാണ്ട് കയറി എന്നാണ് പറയുന്നത്. ഒരു 5-6 അടി പൊക്കത്തിൽ റോഡിൽ വെള്ളം ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇതിനിപ്പോൾ ഇത് ബ്ലോക്ക് ഒഴിവായാൽ തന്നെ ഏകദേശം പെന്നൊക്കെ കഴിഞ്ഞ് കിട്ടണമെങ്കിൽ, പെന്നിലേക്ക് ഇവിടുന്ന് ഏകദേശം 45 കിലോമീറ്ററാണ് മാപ്പിൽ കാണിക്കുന്നത്. പെന്ന് കഴിഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു 1.5 ദിവസത്തെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്. ഓടിത്തീരാൻ ബ്ലോക്കും കാര്യമായിട്ട് വണ്ടികൾ പലയിടത്തുനിന്നും കയറുകയൊക്കെ ചെയ്യുമ്പോൾ ബ്ലോക്ക് ആവുമല്ലോ, എല്ലാവർക്കും തിരക്കായിരിക്കില്ലേ. ചെറിയ വണ്ടികളും കാറുകളൊക്കെ കുറേ ഒഴിവായിപ്പോയി. ഇങ്ങനെ ഇനിയുണ്ട്, ബസ്സുകളൊക്കെ ഇങ്ങനെയുണ്ട്. ഇവിടെ ഇപ്പം സന്നദ്ധ പ്രവർത്തകരൊക്കെ വന്നിട്ട് ബിസ്ക്കറ്റ്, വെള്ളമൊക്കെ അങ്ങനെ വിതരണം ചെയ്തു പോകുന്നു. നമ്മളെ നാട്ടിൽ നിന്നും വണ്ടിയുണ്ട് മുന്നോട്ട്. ഞങ്ങൾ 2 വണ്ടി ഇവിടെ ഉണ്ട്. രണ്ടും ബോംബെക്കുള്ളതാണ്. പ്ലൈവുഡ്. മുമ്പിൽ വണ്ടിയുണ്ട്, ഞാൻ മുന്നോട്ട് പോവാം, അപ്പോൾ കാണാം. ഇപ്പോൾ അത്യാവശ്യം കച്ചവടക്കാരൊക്കെ വരുമെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു കുഞ്ഞു ഡാബുണ്ട്. അവിടെയുള്ള സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നു. ഓരോരുത്തർ സാധനങ്ങളൊക്കെ വാങ്ങി വരുന്നു. എല്ലാം വണ്ടി സ്ട്രക്ക് തന്നെ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇവിടെ ഒരു ചെറിയ ഡാബയുണ്ട്, വിജയ ഡാബ. അതിനടുത്ത് ചെറിയൊരു ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഈ സ്ത്രീകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ. പകലായതുകൊണ്ട് ഓപ്പൺ റോഡായതുകൊണ്ട് അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും എല്ലാവർക്കും നടക്കുന്നില്ല. അപ്പുറം കാട് തന്നെ. ഇവിടെ 2-3 കേരള വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു. ചേട്ടാ, വണ്ടിൻ്റെ ഒരു സൈഡ് എന്തായാലും രാവിലെ രാത്രിക്ക് ഈ സൈഡും കൂടി, 4ാമത്തെ ലൈനും കൂടി, ഓപ്പോസിറ്റ് വരേണ്ട ലൈനും കൂടി ബ്ലോക്കായിരുന്നു. രാത്രി പോലീസുകാർ നേരം വെളുത്ത് വന്നു കഴിഞ്ഞിട്ട് അതെന്തായാലും ഒരു സൈഡ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. പുത്തേറ്റിൻ്റെ ഒരു വണ്ടിയുണ്ട് ഇവിടെ. ഇതിൽ ചേട്ടന്മാർ ഉറക്കമാണെന്ന് തോന്നുന്നു. ഇനിയുണ്ട് വണ്ടികൾ. സഞ്ചാരി, ഇത് ലക്ഷ്മി. ഇതാണ് അവസ്ഥ. അപ്പുറം കടക്കേണ്ട വേണ്ടി ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ചെറിയ റോഡ് ഇവിടുന്ന് വരുന്നുണ്ട്. ഇങ്ങനെ 1, 2, 3 ലൈനായിട്ട് 10-40 കിലോമീറ്റർ ദൂരം വണ്ടി കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഒരു പരിധിയിലപ്പുറം പോകാൻ കഴിയില്ല. കോടയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നടക്കുമ്പോഴത്തേക്കും മഴ വരും. ഇങ്ങനെ ഓരോ വണ്ടികൾ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ആക്കുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ചെറുതായിട്ടൊന്നും, ഞങ്ങൾ ഒരു 10 മണിക്കൂർ കൊണ്ട് ഒരു 100 മീറ്റർ 200 മീറ്റർ നീക്കി വെച്ചു, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഇതാണ് അവസ്ഥ.
ഇതിനി മഴ ഇപ്പോൾ കുറച്ച് നേരമായിട്ട് പെയ്യാതെ നിൽക്കുന്നുണ്ട്. നല്ല പെയ്യുമ്പോൾ നല്ല കനത്ത മഴയാണ് പെയ്യുന്നത്. മഴ പെയ്ത് പെയ്ത്ത് വെള്ളം വരുമ്പം റോഡിലെ വെള്ളം ഒഴിവായി പോവില്ല. അതാണ്.